കരുതുന്നതിനേക്കാൾ സീരിയസ് ആണ് സാക്ഷി. എനിക്കറിയാം ദിയ, നിന്റെ ഈ പേടിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. തൽക്കാലം എനിക്ക് ഈ ധൈര്യം കാണിച്ചേ പറ്റൂ. വേറെ വഴിയില്ല. ഒരു ബൈക്ക് കുറച്ചു നേരമായിട്ട് നമ്മുടെ പിന്നാലെ ഉണ്ട്. നീ പേടിക്കാതിരിക്കുക ദിയ. ഈ നഗരമധ്യത്ത് വെച്ച് പട്ടാപ്പകൽ നമ്മളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എല്ലാം ഈ നഗരമധ്യത്ത് വെച്ച് തന്നെ സംഭവിച്ചത്. അവർക്ക് നാടും നഗരമൊന്നും ഒരു പ്രശ്നമല്ല സാക്ഷി. നീ അയാളെ ഒന്ന് കയറ്റി വിട്ടേക്ക് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇപ്പൊ ഒരു ലക്ഷ്യമേ ഉള്ളൂ എനിക്ക്. നമുക്ക് കിട്ടിയ ഈ ഇൻഫർമേഷൻ രവിശങ്കർ സാറിനെ ഏൽപ്പിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് കഴിഞ്ഞാൽ എന്റെ ജോലി തീർന്നു. രവിശങ്കർ സാറ് ഇപ്പൊ മീഡിയയുടെ ഒരു അട്രാക്ഷൻ. തീവ്രവാദ കേസുകളിൽ സാധാരണ പോലീസുകാരന്റെ മാനറിസങ്ങളൊന്നുമില്ല പുള്ളിക്കാരന്. ഹൈലി ഇന്റലക്ച്വൽ ആണ് ആള്. മസിൽ പവറിലല്ല കാര്യം, ബുദ്ധിയിലും വിവേകത്തിലും ആണെന്ന് അദ്ദേഹത്തെ കണ്ട് പഠിക്കണം ഇവിടുത്തെ പോലീസുകാർ. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് 1-2 തവണ കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് അങ്ങനെ പരിചയമൊന്നുമില്ല. സാർ, ഇത്രയും നേരം നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് കയറിയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യാം. സാർ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി. നീ ഇവിടെ ഇരിക്ക, ഞാൻ പോയിട്ട് വരാം. ശരി. ഓക്കെ.